ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ചക്കയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചക്കയുടെ നമ്മൾ സാധാരണ തയ്യാറാക്കാറുണ്ട്, പക്ഷേ ഇതൊരു സ്പെഷ്യൽ ഫില്ലിങ് വെച്ചിട്ടുള്ള ചക്കയുടെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണേ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ചക്കയുടെ തയ്യാറാക്കാനുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അട തയ്യാറാക്കാനായിട്ട് ഞാൻ സാധാരണ പാക്കറ്റിൽ വാങ്ങിക്കുന്ന അപ്പത്തിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അപ്പത്തിനും പത്തിരിക്കൊക്കെ പൊടി വാങ്ങിക്കില്ലേ, ആ ഒരു പൊടിയാണിത്. പുട്ടിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തരിയുണ്ടാവും. നല്ല നൈസായിട്ട് സോഫ്റ്റായിട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ പൊടിയാണ് ഏറ്റവും നല്ലത്. ഈ പൊടിയൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അതിലേക്ക് 1 കപ്പ് തിളപ്പിച്ച വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അരിപ്പൊടി എടുത്തിരിക്കുന്ന ആ ഒരു കപ്പിൽ തന്നെയാണ് വെള്ളവും അളന്നെടുത്തിരിക്കുന്നത്. ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം വീണ്ടും ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി നോക്കാം. വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി വെച്ചതിന് ശേഷം ചൂടാറാനായിട്ട് ഒന്ന് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ മാവൊന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ അരിപ്പൊടി എടുത്തിരിക്കുന്ന ആ കപ്പിൽ 1.5 കപ്പോളം ചക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നെയ്യിൽ കിടന്നിട്ട് 2 മിനിറ്റോളം നന്നായിട്ട് വഴണ്ടി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. ചക്കയുടെ പീസസ് നമ്മൾ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 100 ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ചേർത്ത് പാനിയാക്കിയത് ഒഴിച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒരുപാട് ശർക്കര പാനിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ശർക്കര പാനി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഈ ചക്കക്ക് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ നമ്മളിത് അട കഴിക്കുമ്പോൾ ഭയങ്കര മട്ടിപ്പായിരിക്കുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്തിട്ട് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും 1 കപ്പ് അവിലും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ശർക്കര അവലിലും തേങ്ങയിലൊക്കെ പിടിക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഫില്ലിംഗ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്നട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്താം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അട തയ്യാറാക്കാം. മാവ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നല്ല സ്മൂത്ത് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നല്ല സ്മൂത്ത് ആക്കിയിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നാലേ നമുക്കിത് പരത്തിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കൊരു വാഴയില വെച്ചിട്ട് അതിലേക്ക് മാവ് വെച്ചിട്ട് നല്ല കട്ടി കുറച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇങ്ങനെ പരത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഒന്ന് നനച്ചിട്ട് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പരന്ന് വന്നോളും. അപ്പോൾ ഞാൻ ഈ മാവ് ഒരുപാട് കട്ടി കുറച്ചൊന്നും പരത്തുന്നില്ല കേട്ടോ. ഒരുപാട് കട്ടി കുറച്ച് പരത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫില്ലിങ് കഴിക്കുമ്പോൾ ഭയങ്കര മട്ടിപ്പായിട്ട് തോന്നും. മാവ് അധികം ഇല്ലാണ്ട് ഫില്ലിങ് മാത്രം കൂടുതലായിട്ട് വരും. അപ്പോൾ ഒരുവിധം കട്ടിയിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സൈഡിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് കുത്തി നിറച്ചിട്ട് വെച്ച് കൊടുക്കണ്ട. ഇതുപോലെ നന്നായിട്ട് പരത്തിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് സാധാരണ അട ഉണ്ടാക്കുന്നത് പോലെ തന്നെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. എല്ലാ അടയും ഞാൻ അതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റീമറിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ അട വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇലയിൽ നിന്ന് ഇങ്ങനെ വിട്ടുവരുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് അട വെന്തോന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഫില്ലിങ് വെച്ചിട്ടുള്ള ചക്കയുടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി ചക്കയുടെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കല്ലേ. താങ്ക്